വിധിയെഴുതാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാന വട്ടതന്ത്രങ്ങളുമായി സ്ഥാനാർത്ഥികൾ. പ്രചാരണം ഇന്നലെ അവസാനിച്ചെങ്കിലും മുഴുവൻ സ്ഥാനാർത്ഥികളും ഇന്നും മണ്ഡലങ്ങളിൽ സജീവമാണ്. വിവിധ വിഷയങ്ങൾ നിർണായക സ്വാധീനമുണ്ടാക്കുന്ന മേഖലകളിൽ പരമാവധി വോട്ടർമാരെ നേരിട്ടു കാണുകയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്തെങ്ങും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ, വയനാട് നിന്ന് മനു ഭരത്, കണ്ണൂരിൽ നിന്ന് അശ്വിൻ വല്ലത്ത്, കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് എന്നിവർ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആദ്യം അരുണിലേക്ക് പോയാൽ, അരുൺ, തിളച്ച് മറിഞ്ഞ പോരാട്ട ചൂട്, പ്രചരണ ചൂട്, അത് കഴിഞ്ഞ് നിശബ്ദ ദിവസമായി ഇന്ന് സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെയാണ്? ഒപ്പം പോളിംഗ് സാമഗ്രികളുടെ വിതരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, നിശബ്ദ പ്രചരണ ദിവസം അടിയൊഴുക്കുകളുടെ കൂടി ദിവസമാണ്. സ്ഥാനാർത്ഥികൾ, മുന്നണി നേതൃത്വം, പാർട്ടി നേതാക്കളൊക്കെ തന്നെ അവസാനവട്ട തന്ത്രമൊരുക്കലാണ്. വിട്ടുപോയ വോട്ടുകൾ അതുകൂടി ലഭിക്കാനുള്ള നടപടികൾ, അതിനുള്ള ചർച്ചകൾ, അതിനുള്ള സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങൾ, ഇവയെല്ലാം ഇന്ന് പുരോഗമിക്കുന്നുണ്ട്. അതിരാവിലെ തന്നെ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. അദ്ദേഹം രാവിലെ 5:30 തിരുവനന്തപുരം തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷനും പിന്നീട് പ്രഭാത സവാരിക്കാരുടെ പ്രധാന കേന്ദ്രമായ മ്യൂസിയത്തുമൊക്കെ എത്തി വോട്ടഭ്യർത്ഥിച്ചു. സീതുപകരൻ തന്റെ വീടിനടുത്തുള്ള ബന്ധു ഗൃഹങ്ങളിലും സുഹൃത്തുക്കളുടെ വീടുകളിലുമാണ് ആദ്യം വോട്ടഭ്യർത്ഥിച്ചെത്തിയത്. അദ്ദേഹവും റെയിൽവേ സ്റ്റേഷനുകൾ വോട്ടഭ്യർത്ഥിക്കാനുള്ള വേദിയാക്കി മാറ്റി. UDF സ്ഥാനാർത്ഥി ശശി തരൂറും പ്രചരണ രംഗത്ത് സജീവമാണ്. മുന്നണി നേതൃത്വങ്ങളും വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തുകയാണ്, തന്ത്രങ്ങൾ മെനയുകയാണ്. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിയമമണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായ സ്വാതിനാഥ് സംഗീത കോളേജിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. 9:30 ഇവിടെ വിതരണം ആരംഭിച്ചത്. ബാലറ്റ്, ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും മറ്റു പോളിംഗ് സാമഗ്രികളും ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടുകൂടി ഇത് പൂർത്തിയാകും. വൈകിട്ടോടുകൂടി തന്നെ ജില്ലയിൽ 2716 ബൂത്തുകളാണ് തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലായി ഉള്ളത്. ഇവിടെ എല്ലാം തന്നെ വൈകുന്നേരത്തോടുകൂടി പോളിംഗ് ബൂത്തുകൾ സജ്ജമാകും. നാളെ രാവിലെ 6 മണിക്ക് മോക്ക് പോൾ ആരംഭിക്കും. 7 മണിക്ക് വോട്ടെടുപ്പും. എല്ലാ തയ്യാറെടുപ്പുകളും തലസ്ഥാന ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും പൂർത്തിയായിരിക്കുന്നു. തലസ്ഥാന ജില്ലയുടെ മുഖ്യ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ K. വാസുകി ഇവിടെ എത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. പൂർണ്ണ തൃപ്തയാണ് അവർ. ഈ ഒരുക്കങ്ങളിൽ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പോലീസിന്റെ സന്നാഹങ്ങളടക്കം 800ഓളം പ്രശ്നബാധിത ബൂത്തുകൾ തലസ്ഥാന ജില്ലയിലെ 2 മണ്ഡലങ്ങളിലുമായി ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ പോലീസിന്റെ സന്നാഹം കൂടുതൽ ശക്തമാക്കും. അവശ്യസ്ഥലങ്ങളിൽ കേന്ദ്രസേനയുടെ സേവനവും തേടും. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. തലസ്ഥാന ജില്ല വോട്ടെടുപ്പിന് പൂർണ്ണ സജ്ജം. രഞ്ജിത്ത്, വിവരങ്ങൾ നൽകുകയായിരുന്നു വി അരുൺ. ഏറ്റവും പുതിയ വിവരങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത്. വയനാട്ടിൽ നിന്ന് മനു ഭരതും ചേരുന്നു. മനു, വയനാട്ടിൽ പോരാട്ടം അത് രാഹുൽ ഗാന്ധി എത്തിയതോടെ മറ്റു തലത്തിലെത്തിയ സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് നിശബ്ദ പ്രചരണ ദിവസം. സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമില്ലെങ്കിലും പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ പ്രവർത്തനം എങ്ങനെയാണ്? ഒപ്പം അവിടേക്ക് പോളിംഗ് സാമഗ്രി അടക്കം വലിയ സുരക്ഷയിൽ എത്തിച്ചു കാണുമല്ലോ, അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, പോളിംഗ് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഇവിടെ രാഹുൽ ഗാന്ധി ഇല്ല എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ഉള്ള ആളുകൾ, അദ്ദേഹത്തിന് വേണ്ടിയുള്ള നേതൃനിര, താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഇവരെല്ലാം തന്നെ വോട്ടർമാരെ കാണുകയും അവരോട് സൗഹൃദം പങ്കിടുകയും ചെയ്യുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിയും. സുനീർ പക്ഷേ ഈ അവസരം നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിരാവിലെ തന്നെ അദ്ദേഹം കൽപ്പറ്റയിലും മാനന്തവാടിയിലും എല്ലാമായി പരിചയക്കാരുമൊക്കെയായി സൗഹൃദം പുതുക്കുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ന് മണ്ഡലത്തിൽ നിശബ്ദ പ്രചരണം വഴി അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാഴ്ചകൾ കാണാം. തുഷാർ വെള്ളാപ്പള്ളിയും സമാനമായ രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടിയുമുള്ള BDJS പ്രവർത്തകരുടെയും BJP പ്രവർത്തകരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ പല മണ്ഡലങ്ങളിലും അതുപോലുള്ള കേന്ദ്രങ്ങളിലും ഒക്കെ ആളുകളുമായി കാണുകയും സൗഹൃദം പങ്കിടുകയും വോട്ടർ സ്ലിപ്പ് കൊടുക്കുകയും അത്തരം ചെറിയ സഹായങ്ങൾ വോട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എല്ലാ പ്രവർത്തകരും അവരുടെ മുന്നണികളും അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഈ SKMJ സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഈ പോളിംഗ് ഉപകരണങ്ങളുടെ വിതരണം നടക്കുന്നത്. വയനാട്, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലെ ഈ പോളിംഗ് ഉപകരണങ്ങളുടെ വിതരണമാണ് പ്രധാനമായും ഈ SKMJ സ്കൂളിലും സമീപത്തുള്ള LP സ്കൂളിലുമായി നടക്കുന്നത്.
ഇവിടെ നിന്നും ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഒരു വൻ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. ഈ സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റുമായി പലർക്കും ഈ വലിയ ക്യൂ, നെടുനീളൻ ക്യൂവിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അത് പലരും പരസ്യമായി തന്നെ പറയുകയും ചെയ്യുന്നു. കാരണം ഇത്രയും നീണ്ട ക്യൂ പോളിംഗ് ഉപകരണങ്ങൾ വാങ്ങിക്കാനായി ഈ വെയിലത്ത് ഇത്രയും ചൂടുള്ള ഒരു സമയത്ത് നിൽക്കേണ്ടി വരുന്നതിനെ സംബന്ധിച്ചുള്ള വലിയ ആശങ്കകളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും അവർ മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയും അത്തരത്തിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ കനത്ത സുരക്ഷയിൽ ആണ് വയനാട് മണ്ഡലത്തിലെ പോളിംഗ് നടക്കുക. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ തയ്യാറായി മുന്നോട്ട് പോകുന്നു. വയനാട് ജില്ലയിൽ 575 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. അതിൽ തന്നെ 72 അതീവ ജാഗ്രത പാലിക്കേണ്ട ബൂത്തുകളാണ്. 46 സൂക്ഷ്മ നിരീക്ഷകർ ഇതിലുണ്ട്. 12 നിരീക്ഷക സ്ക്വാഡുകൾ, 9 ഫ്ലൈയിങ് സ്ക്വാഡുകൾ തുടങ്ങിയ എല്ലാ അർത്ഥത്തിലും ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. 23 പോളിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് വെബ്കാസ്റ്റ് ലൈവ് ഉണ്ട്. ഈ മാനന്തവാടിയിൽ 173, ബത്തേരിയിൽ 215, കൽപ്പറ്റയിൽ 187 ബൂത്തുകളാണ് ഉള്ളത്. അതുപോലെ തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ തുടങ്ങിയ മേഖലകളിൽ ഉള്ള മറ്റിട കേന്ദ്രങ്ങളിൽ നിന്നാണ് അവിടേക്കുള്ള പോളിംഗ് ഉപകരണങ്ങളുടെ വിതരണം നടക്കുന്നത്. വയനാട് മണ്ഡലത്തിൽ കൂടുതൽ വോട്ടർമാർ സ്ത്രീകളാണ്. 6,84,807 സ്ത്രീകൾ അവരുടെ സമ്മതിദാന അവകാശം ഈ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കും. മൊത്തം 13,57,819 വോട്ടർമാരാണ് വയനാട് മണ്ഡലത്തിൽ അവരുടെ സമ്മതിദാന അവകാശം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പാർലമെന്റിലേക്കുള്ള പ്രതിനിധിയെ തെരഞ്ഞെടുക്കുക. അത്തരത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യമുള്ളൊരു മണ്ഡലം. ഇവിടെ ഒരു പ്രധാന പ്രശ്നം, ഈ മാവോയിസ്റ്റുകൾ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർഷകരോടും മറ്റു ആഹ്വാനങ്ങൾ നൽകിയിട്ടുണ്ട്. നേരിയ തോതിൽ ഇത് സംബന്ധിച്ചൊരു ആശങ്കയുമുണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടും അത്തരത്തിൽ സ്ഥാനാർത്ഥികളെയും അവരുടെ പ്രചരണമെല്ലാം തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ശക്തമായ കാവലും തണ്ടർ ബോൾട്ടിൻ്റെ സേവനം കൂടുതൽ പ്രത്യേകിച്ച് മലയോര വനമേഖലകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തടയാൻ കഴിയും, സുഗമമായി വോട്ട് ചെയ്യാൻ ആളുകൾക്ക് കഴിയും എന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ഏതായാലും ഈ കുറിച്യാർമല പോലെ വിദൂര വോട്ടിംഗ് കേന്ദ്രങ്ങൾ വളരെ കർശനമായി തന്നെ അവിടെ സുരക്ഷ ഒരുക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതായത് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കനത്ത സുരക്ഷ, കനത്ത ജാഗ്രത എല്ലാം തന്നെ നിലനിൽക്കുമ്പോഴും വോട്ടർമാർക്ക് സുഗമമായി പോളിംഗ് ബൂത്തിലെത്താനും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുമുള്ള സാഹചര്യമുണ്ട് എന്ന് തന്നെ ജില്ലാ ഭരണകൂടം തറപ്പിച്ച് പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ വലിയ താരപ്രഭ നിലനിൽക്കുമ്പോഴും സാധാരണക്കാരനായ തന്നെ ജനങ്ങൾ തെരഞ്ഞെടുക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ, കനത്ത പ്രതീക്ഷയിൽ തന്നെ LDF സ്ഥാനാർത്ഥിയും കേന്ദ്ര സർക്കാരിലാണ് വയനാട്ടിലെ ഇന്നത്തെ നിശബ്ദ പ്രചരണ ദിവസത്തെ മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവർത്തനങ്ങൾ. മനു ഭരതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഒപ്പം അവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അടക്കം പുരോഗമിക്കുന്നു. വയനാട്ടിൽ നിന്നും മനു ഭരതിനു ശേഷം കണ്ണൂരിൽ നിന്ന് അശ്വിൻ വല്ലത്തിലേക്ക് പോയാൽ, അശ്വിൻ, കണ്ണൂരിൽ പ്രശ്നസാധ്യതാ ബൂത്തുകൾ, അതീവ പ്രശ്നസാധ്യതാ ബൂത്തുകളൊക്കെ ഉള്ള മണ്ഡലമാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ അത്രത്തോളം ശക്തമായി തന്നെ അവിടെ സജ്ജീകരിച്ചിരിക്കും. എന്താണ് രാവിലെ സ്ഥാനാർത്ഥികളുടെ പരിപാടി? വാശിയേറിയ പോരാട്ടം, ഇരുമുന്നണികളും ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണല്ലോ കണ്ണൂർ. തീർച്ചയായും രഞ്ജിത്ത്, കഴിഞ്ഞ തവണ നമുക്കറിയാം ചെറിയ വോട്ടുകൾക്ക്, ഏതാണ്ട് 6000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ് PK ശ്രീമതി കെ സുധാകരനെ പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ വീണ്ടും രണ്ടുപേരും നേർക്കുനേർ വീണ്ടും വന്നിരിക്കുന്നു. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് കെ സുധാകരനും അല്ല വിട്ടുകൊടുക്കില്ലെന്ന് PK ശ്രീമതിയും. രണ്ടു കൂട്ടരും വലിയൊരു മത്സരം തന്നെ നടക്കുന്നു. ഇന്ന് PK ശ്രീമതി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഇപ്പോൾ PK ശ്രീമതി ഉള്ളത്. അവസാനഘട്ടമായി നേതാക്കളുമായും അതേപോലെ തന്നെ പോളിംഗ് ഏജന്റുമാരുമായി ഒക്കെയുള്ള സംസാരത്തിലും അത്തരം കാര്യങ്ങളിലുമൊക്കെയാണ്. ഒപ്പം ഇന്ന് വൈകുന്നേരത്തോടുകൂടി നേരത്തെ കാണാൻ വിട്ടുപോയ ആളുകൾ, മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ, അവരെയൊക്കെ സന്ദർശിക്കും. കെ സുധാകരനും DCC ഓഫീസിലുണ്ട്. അദ്ദേഹം അല്പസമയത്തിന് ശേഷം ഗൃഹസന്ദർശനത്തിന് ഇറങ്ങും. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണാൻ ഇറങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൂർ ജില്ലയുടെ ഒരു പ്രത്യേകത, കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം പ്രശ്നബാധിത ബൂത്തുകളുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിൽ കാസർഗോഡ് മണ്ഡലം, കണ്ണൂർ മണ്ഡലം, ഒപ്പം വടകര മണ്ഡലം, ഇങ്ങനെ 3 മണ്ഡലങ്ങൾ വരുന്ന ജില്ല കൂടിയാണ് കണ്ണൂർ
കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിൽ ആകെ 1857 പോളിംഗ് സ്റ്റേഷനുകൾ ഉള്ളതിൽ 1454 എണ്ണവും പ്രശ്നബാധിതമാണ് എന്നാണ് കണ്ണൂർ ജില്ലയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ 16 കമ്പനി കേന്ദ്രസേനയാണ് കണ്ണൂർ ജില്ലയിൽ എങ്ങും വിന്യസിച്ചിരിക്കുന്നത്. അവർ കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ റൂട്ട് മാർച്ചുകൾ നടത്തി കഴിഞ്ഞു. അല്പസമയം മുമ്പ് കണ്ണൂർ നഗരത്തിൽ CRPF-ഉം അതേപോലെ BSF-ഉം ചേർന്ന കേന്ദ്രസേന 2 ഇടങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തി. ഇങ്ങനെ കണ്ണൂരിൻ്റെ പലയിടങ്ങളിൽ ഇന്നലെ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായി മട്ടന്നൂരും പഴയങ്ങാടിയും വലിയ സംഘർഷങ്ങളുണ്ടായിരുന്നു. ഈ 1454 പ്രശ്നബാധിത ബൂത്തുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഇവർ പരിഗണിച്ചിരിക്കുന്ന വിഷയങ്ങൾ ചില പാർട്ടികൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന ബൂത്തുകളെ പോലും പ്രശ്നബാധിത ബൂത്തുകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 1079 സെൻസിറ്റീവ് ബൂത്തുകളും 375 ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്തുകളും ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഈ 375 ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്തുകളിലായിരിക്കും വലിയ സുരക്ഷ ഏർപ്പെടുത്തുക. ഇവിടെ മുൻ വർഷങ്ങളിൽ അതായത് സംഘർഷങ്ങളുണ്ടായ ബൂത്തുകൾ, അത്തരം പ്രശ്നബാധിത മേഖലകൾ, അത്തരം ബൂത്തുകളെയാണ് ഹൈപ്പർ സെൻസിറ്റീവ് വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം 39 മാവോയിസ്റ്റ് ഭീഷണിയുള്ള 39 ബൂത്തുകൾ കൂടിയുണ്ട്. ഇവിടെ ഈ കേന്ദ്രസേനയുടെയും പോലീസിൻ്റെയും സുരക്ഷയ്ക്ക് പുറമെ തണ്ടർബോൾട്ടിൻ്റെ സുരക്ഷ കൂടി ഇവിടെ ഏർപ്പെടുത്തും. അതോടൊപ്പം തന്നെ ബൂത്തുകളിൽ 233 ബൂത്തുകളെ വൾണറബിൾ ബൂത്തുകളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ ബൂത്തുകളിൽ വോട്ടർമാർ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിടുന്നു, നിർഭയമായി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിടുന്നു എന്നാണ് വൾണറബിൾ ബൂത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9510 വോട്ടർമാരാണ് ഈ 233 ബൂത്തുകളിലായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് സുരക്ഷയൊരുക്കാൻ, നിർഭയമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള സുരക്ഷയൊരുക്കാനുള്ള സംവിധാനങ്ങളും ഈ ബൂത്തുകൾ ഉണ്ടാവും. ഈ പ്രശ്നസാധ്യത ബൂത്തുകൾക്ക് വേണ്ടി പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി തഹസിൽദാരുടെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആയിരിക്കും ഈ സ്ക്വാഡിന് നേതൃത്വം നൽകുക. ഓരോ സ്ക്വാഡിലും പോലീസിനും കേന്ദ്രസേനയ്ക്കുമൊപ്പം വീഡിയോ സർവൈലൻസിനുള്ള വിഭാഗം കൂടി ഉണ്ടാവും. അങ്ങനെ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ എങ്ങും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഇന്നലെ ഉണ്ടായ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കാനായിരിക്കും ശ്രമം. പൊതുവേ ഈ മേഖലയിൽ സംഘർഷം ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് പൊതുവെ സംഘർഷ സാധ്യതയുള്ള സമയമായി കണക്കാക്കാറുള്ളത്. ഈ സമയങ്ങളിൽ കൂടുതലായി സ്ക്വാഡുകൾ ഈ പ്രദേശങ്ങളിൽ ഈ പ്രശ്ന സാധ്യതയുള്ള ബൂത്തുകളിൽ ഈ സ്ക്വാഡുകൾ സർവൈലൻസ് നടത്തും. ഒരുക്കങ്ങളും സംവിധാനങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് അശ്വിൻ വല്ലത്താണ്.